കൃപാസനം പ്രസാദപര മാതാവേ, പരിശുദ്ധ കന്യകാമറിയമേ, ദൈവകൃപയുടെ സിംഹാസനമായ അമ്മേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഈ ദിനം അമ്മയുടെ പരിശുദ്ധ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ വിനയപൂർവം പ്രണമിക്കുന്നു. ഇന്നേ ദിനം വെളിച്ചം കാണുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനും ഞങ്ങളുടെ ശ്വാസം നിലനിർത്തിയതിനും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചതിനും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തിയതിനും കൃപാസനം അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, പലപ്പോഴും ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹങ്ങൾ മറന്നു പോകുന്നു. ലഭിച്ചതിനേക്കാൾ ലഭിക്കാത്തതിനെ കുറിച്ച് മാത്രം പരാതിപ്പെടുന്നു. എന്നാൽ ഇന്ന് ഈ ദിനത്തിൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ ശ്വാസവും, ഓരോ അനുഗ്രഹവും, ഓരോ കണ്ണുനീരും, ഓരോ വിജയവും, ഓരോ പരാജയവും എല്ലാം അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപാസനം അമ്മേ, ഇന്ന് ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും, ചിന്തിക്കുന്ന ഓരോ ചിന്തയും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, എടുക്കുന്ന ഓരോ തീരുമാനവും, പോകുന്ന ഓരോ സ്ഥലവും, കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കട്ടെ, സമാധാനത്തിൻ്റെ ദിവസമാക്കട്ടെ, അത്ഭുതങ്ങളുടെ ദിവസമാക്കട്ടെ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദിവസമാക്കട്ടെ. കൃപാസനം അമ്മേ, ഞങ്ങളെ അമ്മയുടെ പരിശുദ്ധ നീല വസ്ത്രം കൊണ്ട് മൂടണമേ. ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തിലും അമ്മയുടെ മാതൃ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വീടിൻ്റെ ഓരോ വാതിലിനെയും ജനലിനെയും അമ്മയുടെ അനുഗ്രഹത്താൽ മുദ്ര വെക്കണമേ. ഞങ്ങളുടെ വീട്ടിലേക്ക് യാതൊരു തിന്മയും, യാതൊരു അപകടവും, യാതൊരു ദുരന്തവും, യാതൊരു രോഗവും, ദുഷ്ടശക്തിയും പ്രവേശിക്കാതിരിക്കുവാൻ അങ്ങയുടെ കാവൽ ദൂതന്മാരെ നിയോഗിക്കണമേ. കൃപാസനം മാതാവേ, ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടുന്ന് ഞങ്ങളോടൊപ്പം നടക്കണമേ. ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ സ്കൂളുകളിലും കോളേജുകളിലും പഠനത്തിനായി പോകുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കണമേ. ജോലി സ്ഥലങ്ങളിൽ അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും പ്രത്യേകമായി സംരക്ഷിക്കണമേ. കൃപാസനം മാതാവേ, ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ ഭയങ്ങളെയും ഉത്കണ്ഠകളെയും നിരാശകളെയും നീക്കിക്കളയണമേ. പിശാചിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അസൂയയുടെയും ശാപത്തിൻ്റെയും ദുഷ്ടശക്തിയുടെയും എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ അമ്മയുടെ മാതൃകവചം കൊണ്ട് കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ പാപത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ചെവികളെ തിന്മ കേൾക്കുന്നതിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ നാവിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണമേ.
ഞങ്ങളുടെ കൈകൾ നന്മ മാത്രം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാലുകൾ കർത്താവിന് പ്രീതികരമായ വഴികളിലൂടെ മാത്രം നടക്കുവാൻ ഇടയാക്കണമേ. കൃപാസന മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത്ഭുതങ്ങളുടെ അമ്മേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുന്ന അനേകം ഹൃദയങ്ങളുണ്ട്. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കണ്ണുനീര് അമ്മ കാണുന്നുണ്ടല്ലോ. ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിയാതെ നിൽക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ ലഭിക്കാതെ വിഷമിക്കുന്ന ഞങ്ങൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കട്ടെ. കൃപാസന മാതാവേ, വിദേശ ജോലി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഈ നിമിഷം അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. ബിസിനസ്സിൽ നഷ്ടം അനുഭവിക്കുന്നവർക്ക് പുതിയ വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. സാമ്പത്തിക കടബാധ്യതകളിൽ മുങ്ങിക്കിടക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അത്ഭുതകരമായ മോചനം നൽകണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജ്ഞാനവും ഓർമ്മശക്തിയും ഏകാഗ്രതയും നൽകണമേ. പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള കൃപ നൽകണമേ. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ ദൈവഭക്തിയുള്ള ജീവിത പങ്കാളിയെ ഒരുക്കി കൊടുക്കണമേ. കൃപാസന മാതാവേ, കുടുംബ കലഹങ്ങൾ അവസാനിപ്പിക്കണമേ. വേർപിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ വീണ്ടും ഒന്നിപ്പിക്കണമേ. കോടതി കേസുകളിലും നിയമപ്രശ്നങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് അനുകൂല്യമായ പരിഹാരം ലഭിക്കട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ദൈവത്തിന് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുന്നിടത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. വഴിയില്ലാത്തിടത്ത് വഴി തെളിയും. പ്രതീക്ഷയില്ലാത്തിടത്ത് പ്രത്യാശ ഉദിക്കും. കരച്ചിൽ സന്തോഷമായി മാറും. കൃപാസന മാതാവേ, ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും ആ അത്ഭുതം ഇന്ന് സംഭവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, കരുണാനിധിയായ മാതാവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ ഹൃദയത്തിൽ ചേർത്തു പിടിക്കണമേ. പരസ്പരം മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. ക്ഷമിക്കുവാനുള്ള മനസ്സ് നൽകണമേ. സ്നേഹിക്കുവാനുള്ള ഹൃദയം നൽകണമേ. ഒരുമയോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ദുശീലങ്ങളുടെയും അടിമകളായവരെ മോചിപ്പിക്കണമേ. വീട് വിട്ട് അകന്നുപോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലെ അകൽച്ച ഇല്ലാതാക്കണമേ. പരിശുദ്ധാമ്മേ, ഇന്ന് ആശുപത്രികളിൽ കഴിയുന്ന എല്ലാവരെയും ഓർക്കുന്നു. ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. ഹൃദ്രോഗികളെ സൗഖ്യമാക്കണമേ. വൃക്കരോഗികളെ അനുഗ്രഹിക്കണമേ. കരൾ രോഗികളെ സുഖപ്പെടുത്തണമേ. പ്രമേഹവും രക്തസമ്മർദ്ദവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആരോഗ്യം നൽകണമേ. കിടപ്പ് രോഗികളെ ശക്തിപ്പെടുത്തണമേ. മാനസിക വിഷമതകളിൽ കഴിയുന്നവർക്ക് സമാധാനം നൽകണമേ. വിഷാദത്തിലും ഏകാന്തതയിലും കഴിയുന്ന മക്കൾക്ക് പ്രത്യാശ നൽകണമേ. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം നൽകണമേ. ഗർഭിണികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ശസ്ത്രക്രിയയ്ക്ക് പോകുന്നവരെ കാത്തു സംരക്ഷിക്കണമേ. കൃപാസന മാതാവേ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ചികിത്സിക്കുന്ന എല്ലാവർക്കും ദൈവിക ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
വിശുദ്ധിയുടെ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. അഹങ്കാരത്തെ മാറ്റണമേ. ഞങ്ങളുടെ അസൂയയെ മാറ്റണമേ. ഞങ്ങളുടെ വൈരാഗ്യത്തെ മാറ്റണമേ. ക്ഷമിക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ മനസ്സിനെ മാറ്റണമേ. ദൈവത്തോട് കൂടുതൽ ചേർന്നു നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ കുംഭസാരത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള മനസ്സ് നൽകണമേ. തിരുവചനത്തെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ. ദിവസവും ജപമാല ചൊല്ലുവാനുള്ള ആത്മാർത്ഥത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയിൽ സ്ഥിരത നൽകണമേ. ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കൃപാസന മാതാവേ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമാക്കണമേ. ഞങ്ങളെ കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധം ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും അമ്മയുടെ പരിശുദ്ധ തൃപ്പാദങ്ങളിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീർ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ജോലിയും പഠനവും, ഞങ്ങളുടെ ഭാവിയും, ഞങ്ങളുടെ മക്കളും മാതാപിതാക്കളും ബന്ധുക്കളും, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സർവസ്വവും പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപാസനം അമ്മേ, ഇന്ന് ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം അമ്മ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ നിരാശപ്പെടുകയില്ല. കാരണം അമ്മ ഞങ്ങളുടെ പ്രത്യാശയാണ്. ഞങ്ങൾ തകരുകയില്ല. കാരണം അമ്മയുടെ കരങ്ങൾ ഞങ്ങളെ താങ്ങുന്നു. ഞങ്ങൾ തോൽക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ നയിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു കൃപാസനം അമ്മേ, അമ്മ ഞങ്ങളെ കൈവിടുക ഇല്ല എന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയാകുക ഇല്ല എന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ദിവസം മുഴുവനും ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപാസന മാതാവേ, ഞങ്ങളുടെ ജീവിതം സമാധാനത്താലും സന്തോഷത്താലും വിശുദ്ധിയാലും നിറയട്ടെ. സകല മഹത്വവും സ്തുതിയും ആരാധനയും എന്നേക്കും ദൈവത്തിനായിരിക്കട്ടെ. കൃപാസനം അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഒരു നന്മ നിറഞ്ഞ മറിയമ്മയും തുടർന്ന് കൃപാസനം ജപവും ചൊല്ലി ഈ പ്രാർത്ഥന സമാപിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി
നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇപ്പോൾ ഏറ്റുചൊല്ലുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഈ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ ആവശ്യങ്ങളും പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം അമ്മേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ എനിക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം അമ്മേ, അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ ആവശ്യമുള്ള, പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃപാസനം അമ്മയുടെ പ്രേക്ഷിതരാക്കുവാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. നാളെയും കൃപാസനം അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ കരങ്ങളിൽ എത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.